മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആരോഗ്യപരിപാലനത്തിനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നാണ് ഈ വീഡിയോയിൽ പരിശോധിക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും ആസ്ട്രോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. മൂലം നക്ഷത്ര ജാതകന് 1-ാമത്തെ വയസ്സിൽ ഉഷ്ണരോഗത്താൽ ഉദരവ്യാധിയാലും അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. തക്കതായിട്ടുള്ള ചികിത്സകൾ ഫലപ്രദമാക്കേണ്ടതാണ്. ബാലാരിഷ്ടതകൾ നീങ്ങാനുമുള്ള പരിഹാരങ്ങളും ചെയ്യേണ്ടതാണ്. 12-ാമത്തെ വയസ്സിൽ വളർത്തുമൃഗങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതകൾ കൂടുതലായതുകൊണ്ട് ശ്രദ്ധയും കരുതലും വേണം എന്ന് സൂചിപ്പിക്കുന്നു. 20-ാമത്തെ വയസ്സിലാകട്ടെ ഉയരങ്ങളിൽ നിന്നും വീഴുക നിമിത്തം അപകടങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായി കാണുന്നു. 34-ാമത്തെ വയസ്സിൽ ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുള്ളത് കൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നിന്നും വാദപ്രതിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ട ഒരു കാലഘട്ടമായി സൂചിപ്പിക്കുന്നു. 44-ാമത്തെ വയസ്സിൽ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളോ ശ്വാസ തടസ്സങ്ങൾ നേരിടുക മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതകൾ ഏറെ ഉള്ളതുകൊണ്ട് ദോഷപരിഹാരങ്ങളും ചികിത്സകളും ഫലപ്രദമാക്കേണ്ട ഒരു സമയമായി കാണുന്നു. 75-ാമത്തെ വയസ്സിൽ തലവേദന, കഴുത്തിന് മുകളിലുള്ളതായിട്ടുള്ള ഭാഗങ്ങൾക്ക് വരുന്ന രോഗങ്ങൾ, ഇതൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് തക്കതായിട്ടുള്ള ചികിത്സാ കാര്യങ്ങളും വിശ്രമവും ആവശ്യമായിട്ടുള്ള കാലഘട്ടമാണ്. 80-ാമത്തെ വയസ്സിൽ കഫകോപത്താലും ഉദര സംബന്ധിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ടും ദഹന വ്യവസ്ഥകളുടെ തകരാറ് മൂലവും അസുഖങ്ങളുണ്ടാവാൻ സാധ്യതകൾ ഏറെ കാണുന്നത് കൊണ്ട് തക്കതായിട്ട് ചികിത്സകളും പരിഹാരങ്ങളും കാണേണ്ടതാണ്. എല്ലാ പ്രതിസന്ധികളിലും അവരവരുടെ ജാതക പരിശോധന നടത്തേണ്ടതും തക്കതായിട്ടുള്ള കർമ്മദോഷ പ്രതിവിധികൾ ചെയ്യേണ്ടതും ഈശ്വരഭജനം ചെയ്യേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാലമാണ്. ഇത്തരം സന്ധികളെല്ലാം തരണം ചെയ്യുന്ന പക്ഷം 100-ാമത്തെ വയസ്സിൽ ചിങ്ങമാസത്തിലെ അപരവൃക്ഷ പഞ്ചമിയും വെള്ളിയാഴ്ചയും കൂടിയ ദിവസം മൂലം നക്ഷത്രം ഉദിച്ച് 15 നാഴികൾ കഴിഞ്ഞ് ചില ആപത്തുകൾ ഉണ്ടാവാമെന്ന് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ കാണുന്നു. ഇത്തരം അറിവുകൾ എല്ലാ മൂലം നക്ഷത്രക്കാർക്കും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും നമസ്കാരം.